Hi, welcome back to Easy Snacks. നമ്മൾ ഇന്ന് Easy Snacks-ൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ബീഫ് കട്ട്ലറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോയിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ബീഫ് കട്ട്ലറ്റിന്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബീഫ് കട്ട്ലറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഫിഷ് കൊണ്ടുള്ള കട്ട്ലറ്റും പിന്നെ ചിക്കനും ചീരയും കൂടി ചേർത്തിട്ടുള്ള കട്ട്ലറ്റിന്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് കാണാം. ഞാനപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ എപ്പിസോഡ്സിന്റെ ഒക്കെ ലിങ്ക് ഷെയർ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബീഫ് കൊണ്ട് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാമെന്ന്. ഞാനിപ്പോൾ ആദ്യം തന്നെ ബീഫ് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നല്ലോണം വാട്ടർ മാറ്റിയിട്ട് ഈ ബീഫിൻ്റെ പീസസ് മാത്രമായിട്ട് എടുക്കണം. ബീഫ് എടുക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നെയ്യില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കപ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളം മാറ്റിയിട്ട് ബീഫ് മാത്രമാക്കി എടുക്കാം. വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നാട്ടിൽ നിന്ന് അമ്മ വേവിച്ച് കൊടുത്തുവിട്ട ബീഫാണ്. ഞാനപ്പം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഫ്രീസറിലാണ് വെച്ചേച്ചത്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. അമ്മ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നാട്ടിൽ നിന്ന് വേവിച്ച് കൊടുത്തുവിട്ടാണ്. പേഴ്സണലി എനിക്ക് ഇവിടുത്തെ ബീഫ് വെച്ചുണ്ടാക്കുമ്പോൾ അത്ര നല്ല ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് ബീഫ് വന്നവരും വെയിറ്റ് ചെയ്ത് നിന്നത് ഈ റെസിപ്പി ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് ബീഫെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട് നമ്മുടെ ബീഫിൻ്റെ വെന്ത വെള്ളത്തിൻ്റെ എല്ലാത്തിൻ്റെ. ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ബീഫിന് വേണ്ടിയിട്ട്. ഞാൻ തൊലി കളഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളല്ല അത്ര ചെറിയ കഷ്ണം അല്ലാണ്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്റ്റോക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ചെടുത്ത സ്റ്റോക്കിൽ തന്നെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബീഫ് കട്ട്ലറ്റിന്. ആ ഉരുളക്കിഴങ്ങിനും കൂടി നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഫ്ലേവറും പിടിച്ചിട്ടായിരിക്കും വെന്ത് വരാം. അപ്പോൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ഇനി ഇത് മൂടി വെച്ചിട്ട് 2 വിസിലോളം വേവിക്കണം. ഞാനപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ്സോടും കൂടി വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ബീഫിൽ നമ്മളെല്ലാം ഇട്ടിട്ടല്ലേ വേവിച്ചത്. അത് കാരണം ഞാൻ ഈ പൊട്ടറ്റോയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെയും ചെറിയ തീയിലിട്ടിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളെടുത്ത പൊട്ടറ്റോ ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ വന്നിട്ട് അത് എയർ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആ ടൈം കൊണ്ട് ഇതിനു വേണ്ടി കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒത്തിരി വലുതാക്കരുത്, നല്ല പൊടി പോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. ആ ടൈമിൽ നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള ഇഞ്ചിയും പച്ചമുളകും വേപ്പില ഞാൻ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് അരിയാനായിട്ട്. നിങ്ങൾ വലിയ സവാള എടുക്കണമെങ്കിൽ ഒരു 3-2 എടുത്താൽ മതി. ഞാൻ കുഞ്ഞ് സവാളേൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ടാണ് ഒരു 5 വരെ എടുത്തത്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ഈ ബീഫ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ ബീഫ് ക്രഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അരഞ്ഞ പോലെ ആയി പോവും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നെയ്യുടെ പോലത്തെ പാട പോലത്തെ കഷ്ണങ്ങളുണ്ടാകും. അതൊക്കെ എടുത്ത് മാറ്റാം ആ ടൈമിൽ. നമ്മൾ ബീഫ് എത്ര ക്ലീനായിട്ട് നമ്മൾ എടുത്താലും നെയ്യുടെ ചെറിയ കഷ്ണങ്ങൾ ഇറച്ചി കഷ്ണത്തിലുണ്ടാകും. അപ്പം അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളെടുത്ത് വെച്ച ബീഫെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം.
നമ്മൾ വേവിക്കാൻ വെച്ച പൊട്ടറ്റോ ആണ് ഇത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാവും അതിൻ്റെ അടിയിൽ, ഈ വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് മാറ്റാം. ബീഫ് എടുത്ത് വെച്ച് ആ പാത്രത്തിൽ തന്നെ ഇടുന്നത്. വെള്ളം നന്നായിട്ട് കളയണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ശരിയാക്കുമ്പോൾ കട്ട്ലേറ്റ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഇത്രയും വെള്ളം ഇതിൽ ബാക്കിയുള്ളൂ. നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ വേവിച്ച പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് സ്മാഷ് ചെയ്യണത്. നിങ്ങൾക്ക് പൊട്ടറ്റോ സ്മാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചായാലും നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് ഫോർക്കാകുമ്പോൾ വേഗം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ചൂടോട് കൂടി പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്മാഷായി കിട്ടും. ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുക്കിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വളരെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്താൽ മതി. ഓയിൽ കൂടിയാലും നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അധികം നല്ല ഷേപ്പായിട്ട് കിട്ടത്തില്ല, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. കോക്കനട്ട് ഓയിൽ വേണമെന്നുള്ളവർക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കാം, പക്ഷേ ഇത് കട്ട്ലേറ്റ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടി ഫ്ലേവർ നല്ലത്. നമ്മുടെ ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇത് വരന്നിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഇതാവുമ്പോഴേക്കും നമുക്ക് മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ അത്ര നേരം ഇതൊന്ന് വരട്ടി കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഞാനപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലോട്ട് ചേർക്കുവാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറേശ്ശെ ചേർക്കുക, കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി പോകാണ്ടിരിക്കാണ്ട് കുറേശ്ശെ ഉപ്പ് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ലാസ്റ്റ് സ്റ്റേജിൽ എല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് മല്ലിയില ആവശ്യമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മുടെ നാടൻ കട്ട്ലേറ്റ്, നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ കട്ട്ലേറ്റിന് മല്ലിയില അങ്ങനെ ഉപയോഗിക്കാറില്ല, വേപ്പിലയാണ് ഉപയോഗിക്കാറ്. മല്ലിയില ആവശ്യമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാം. ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ മൂത്ത് ഇപ്പോൾ സവാള നല്ലൊരു ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അത്ര ബ്രൗൺ ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ലെവലിലായിട്ടുണ്ട്. ഈ സ്റ്റേജ് മതി. നമുക്ക് ഗ്യാസ് കുറച്ച് വയ്ക്കാം. ഈ സ്റ്റേജ് ആകുമ്പോൾ ഈ കൂട്ടിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. എരിവ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ചും എരിവ് കുറവ് വേണ്ടവർ അതനുസരിച്ചും ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മസാല എന്ന് പറയാനായിട്ട് ഈ കട്ട്ലേറ്റോട് ബീഫ് കട്ട്ലേറ്റോട് ഈ 2 സാധനങ്ങൾ മാത്രം ചേർക്കുന്നുള്ളൂ. മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഗ്രീൻ ചില്ലി ഒരു 5-8 ഇട്ടത് കാരണം മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കളറും വ്യത്യാസം ഉണ്ടാകും, മുകളിലുള്ള ഫില്ലിങ്ങിൻ്റെ. ഇതിപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഈ ബീഫിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഫിഷ് കട്ട്ലേറ്റും പിന്നെ ചിക്കനും ചീരയും കൂടി ചേർത്തിട്ടുള്ള കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വേറെ ഏതെങ്കിലും വേണ്ടവർക്ക് ആ കട്ട്ലേറ്റും ചെയ്യാവുന്നതാണ് ക്രിസ്മസിന്. പക്ഷേ ക്രിസ്ത്യൻസ് ക്രിസ്മസിന് എപ്പോഴും ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കാറ് വീട്ടിൽ. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷ് എന്ന് പറയും ബീഫ് കട്ട്ലേറ്റ്. ക്രിസ്മസിന് ബീഫ് കട്ട്ലേറ്റ് ഇടുമ്പോൾ ചോദിച്ചിട്ട് ഒത്തിരി റിക്വസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ്
ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇപ്പം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ്. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനൊരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് പുറത്ത് കോട്ടിങ് ചെയ്യാനായിട്ട് ബ്രെഡിൻ്റെ പൊടി വേണം. ബ്രെഡിൻ്റെ പൊടി കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനങ്ങനെ മേടിക്കാറില്ല. ഞാനെപ്പോഴും വീട്ടിൽ തന്നെ ബ്രെഡ് മേടിച്ചിട്ട് പൊടിച്ചെടുക്കാറാണ് ചെയ്യാറ്. നന്നായിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം പൊടിഞ്ഞു വരും. ഇതിൻ്റെ ഇത് അടച്ചിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാം കൂടി ഒരുമിച്ചിടരുത്. കുറേശ്ശെ പൊടിച്ച് കുറേശ്ശെ ഇട്ട് വേണം വിപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. നമുക്കിതിൻ്റെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു ബൗളിലെടുക്കാം. ഇതിലോട്ട് ഒരു കോഴിമുട്ട എടുക്കാം. കോഴിമുട്ടയുടെ വെള്ളം എടുക്കേണ്ടവർക്ക് വെള്ളം മാത്രം എടുക്കാം. ഞാനിപ്പോൾ 2 എടുക്കാറുണ്ട്. എഗ് വൈറ്റും എടുക്കാറുണ്ട്. അത് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കോഴിമുട്ട വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും വെള്ളത്തിൽ കലക്കിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ കോഴിമുട്ടയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ബാറ്റർ അത്ര ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 മുട്ട എടുക്കാം. മുട്ടയുടെ സൈസ് അനുസരിച്ച് മുട്ടയുടെ അളവ് വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ ചെറിയ മുട്ടയായിരുന്നു എൻ്റെ അടുത്തുണ്ടായത്. അത് എടുത്തതാണ് 2 ഇട്ടത്. വലിയ മുട്ട ഉണ്ടെങ്കിൽ ഒരെണ്ണം വേണ്ടിയിരുന്നത്. നമ്മുടെ മുട്ടയും ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇപ്പോൾ ഒന്ന് തണുത്ത് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാവുന്ന സ്റ്റേജിലായിട്ടുണ്ട്. നമുക്കിനി സ്പൂൺ മാറ്റിയിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഈ കുഴയ്ക്കുന്ന ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉണ്ടയാക്കി നോക്കുമ്പോൾ ഇതിനെ ഉണ്ടയായിട്ട് കിട്ടണം. ആ ഒരു അളവിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്കിനി ഇത് ഷേപ്പാക്കി എടുക്കാം. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കൈ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ഉണ്ടകൾ എടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ഉണ്ട എടുക്കാം. ഞാൻ ഏറ്റവും സിമ്പിളസ്റ്റായിട്ട് എങ്ങനെ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യണ സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൗണ്ട് ആയിട്ടുള്ള മൂടി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യാറുള്ളത് ഇങ്ങനെ ഒരു ഉണ്ടയായിട്ട് എടുക്കും. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വരും ഇതിന്. പിന്നെ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് സാധാരണ. കണ്ടോ? ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ നോർമൽ സാധാ റൗണ്ട് തന്നെ ആക്കിയിരിക്കുന്നത്. ഇതേപോലെ ഞാൻ എല്ലാം ആക്കിയെടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന കട്ട്ലറ്റിൻ്റെ മാവെല്ലാം ഞാനിപ്പോൾ ഷേപ്പ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ പൊരിച്ചെടുക്കണമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന എഗ്ഗിലോട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് മുക്കാം. ഇങ്ങനെ മുക്കിയെടുക്കാം. ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതെൻ്റെ കുറേ കട്ട്ലറ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിഷ് കട്ട്ലറ്റ് അല്ലെങ്കിൽ ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതിൽ കയറി നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഇത് കോട്ടിങ് ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓവറായിട്ട് ചൂടാവരുത്. ഒരു മീഡിയം ചൂട്ടിൽ വേണം കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓവറായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടിയും കരിഞ്ഞും പോകും. മാത്രമല്ല നമ്മുടെ കട്ട്ലറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി കട്ട് കുത്തിയിടരുത് കേട്ടോ. കുറച്ചിട്ട് പൊരിച്ചെടുക്കുക. ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും കട്ട്ലറ്റ്. നമ്മുടെ കട്ട്ലറ്റ് ഇട്ടത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
ഈ ഒരു കളറാകുമ്പോൾ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കട്ട്ലറ്റ് പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ ഓവറായിട്ട് കുറച്ച് വയ്ക്കാനോ കൂട്ടി വെക്കാനോ പാടില്ല. തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് എണ്ണ കുടിക്കും, അതേപോലെ തന്നെ അത് പൊട്ടിയും പോകും. അപ്പോൾ തീ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലെവലിൽ, ഒരു നിശ്ചിതമായിട്ടുള്ള ലെവലിൽ വെച്ചിട്ട് വേണം കട്ട്ലറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ, ഈ കളർ ആകുമ്പോൾ തന്നെ മാറ്റാം. അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ച കാര്യങ്ങളാണ്. പുറത്ത് ആ കോട്ടിങ് നന്നായിട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി. ഇതിൽ പൊക്കത്തൊരു പത പോലെ വന്നിട്ടുള്ളത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടല്ലായിരുന്നോ ഇത് പൊരിച്ചെടുത്ത്, അതുകൊണ്ടാണ് ഒരു പത പോലെ വന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കോൺഫ്ലവറിലോ അല്ലെങ്കിൽ മൈദയിലോ മുക്കി പൊരിച്ചെടുത്താലും മതി. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ഈ പ്രാവശ്യം ക്രിസ്മസിന് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.